കയർബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത് MSME അന്വേഷണ സംഘം. അന്വേഷണത്തിൽ ആശങ്കയുള്ളതിനാൽ ഡിജിറ്റൽ തെളിവുകൾ കൈമാറില്ലെന്ന് ജോളി മധുവിന്റെ സഹോദരൻ സിബി ജോസഫ് പറഞ്ഞു. ജോളി മധുവിന്റെ സഹപ്രവർത്തകരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തുടർച്ചയായ ആരോപണങ്ങൾക്കൊടുവിലാണ് ജോളി മധുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ MSME മന്ത്രാലയം കമ്മിറ്റി രൂപീകരിച്ചത്. കയർബോർഡ് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ല, ചെയർമാൻ വിപുൽ ഗോയൽ എന്നിവർ വേട്ടയാടിയെന്നായിരുന്നു ജോളി മധുവിന്റെ ശബ്ദരേഖ. എന്നാൽ ആരോപണ വിധേയരായ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുന്നത് കീഴുദ്യോഗസ്ഥരാണ്. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല. കുറ്റാരോപിതരെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് ആവശ്യം. നമ്മളൊരു അതോറിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസിങ് പൊസിഷനായിട്ടുള്ള വ്യക്തികൾക്കെതിരെ നിൽക്കുമ്പോഴത്തേക്കും ഒരു സ്വാഭാവിക നീതിയുടെ ഒരു പ്രക്രിയ മാത്രമാണ് ആരോപണ വിധേയരായ മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തുക. എന്നാൽ മാത്രമല്ലേ അതിന് പബ്ലിക്കിനകത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. MSME മന്ത്രാലയത്തിന്റെ അന്വേഷണം ആരംഭിച്ചിട്ട് 3 ദിവസം പിന്നിട്ടു. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ജോളിയുടെ സഹപ്രവർത്തകരിൽ ചിലർ ആരോപണ വിധേയരായ മേലുദ്യോഗസ്ഥർക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. കുടുംബം DGPക്ക് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. മേലുദ്യോഗസ്ഥരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ അർബുദബാധിതയായിരുന്ന ജോളി മധുവിനെ ചട്ടം ലംഘിച്ച് ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റി. ശമ്പളമടക്കം തടഞ്ഞുവെച്ച് വേട്ടയാടിയെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.